എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാ വിഭാഗക്കാർക്കുമുള്ള ക്ഷേമ സഹായങ്ങളും ക്ഷേമ പെൻഷനുകളും അതുപോലെ തന്നെ മറ്റ് രോഗികൾക്കുള്ള പെൻഷൻ എല്ലാം വർദ്ധിപ്പിക്കുമെന്ന് UDF സർക്കാരിന്റെ വാഗ്ദാനമായിരുന്നു. ഇപ്പോൾ ആദ്യ ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുള്ള ക്യാൻസർ, വൃക്ക, ക്ഷയ രോഗികൾക്കുള്ള പെൻഷൻ ഇരട്ടിയാക്കിക്കൊണ്ട് വർദ്ധിപ്പിച്ച് 2000 രൂപയിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. പെൻഷൻ വാങ്ങുന്നവർക്കും ഈ പദ്ധതി പ്രകാരം ഇത്തരം രോഗികളാണ് എങ്കിൽ സഹായം ലഭിക്കുന്നതാണ്. അങ്ങനെയുള്ളവർക്ക് ഇരട്ടി പെൻഷൻ, അതായത് ക്ഷേമ പെൻഷൻ നിലവിൽ 2000 ആണ്. ഇപ്പോൾ ഈ രോഗികൾക്കുള്ള പെൻഷനും 2000 ആക്കി ഉയർത്തിക്കൊണ്ട് തന്നെ ഇങ്ങനെയുള്ളവർക്ക് എല്ലാ മാസവും 4000 രൂപ വരെ ലഭിക്കും. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളാണ് പറയുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. ജൂലൈ മാസത്തെ പെൻഷൻ വിതരണം ഇപ്പോൾ പുരോഗമിച്ചിരിക്കുകയാണ്. മിക്കവാറും ആളുകൾക്കെല്ലാം തുക കിട്ടിയിട്ടുണ്ടാകും എന്ന് കരുതുന്നു. കിട്ടിയിട്ടുള്ള ആളുകൾ താഴെ നിന്ന് കമന്റ് ആയിട്ട് അറിയിക്കാൻ മറക്കരുത്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഈ കഴിഞ്ഞ ബജറ്റിൽ പ്രഖ്യാപിച്ചത് പ്രകാരം രോഗികൾക്കും ക്യാൻസർ രോഗികൾക്കും ക്ഷയരോഗികൾക്കുമുള്ള പെൻഷൻ 1000 രൂപയിൽ നിന്നും 2000 രൂപയാക്കി വി.ഡി. സതീശൻ സർക്കാർ വർദ്ധിപ്പിച്ചു. ക്ഷേമ പെൻഷനും 3000 രൂപയിലേക്ക് 1000 രൂപ വർദ്ധിച്ചു 3000ത്തിലേക്ക് എത്തിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്കിലും അതിന്റെ വർധനവ് ഇപ്പോൾ നടപ്പിലാക്കിയിട്ടില്ല. എന്തായാലും വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു പ്രഖ്യാപനമാണ് ഉണ്ടായിട്ടുള്ളത്. നിലവിൽ ക്ഷേമ പെൻഷൻ വാങ്ങുന്നവർക്കും ഇത്തരം രോഗികളായി കഴിഞ്ഞാൽ ഈ ഒരു സഹായം ലഭിക്കുന്നതാണ്. സംസ്ഥാനത്തെ 1 ലക്ഷം രൂപയ്ക്ക് താഴെ വാർഷിക വരുമാനം ഉള്ളവർ, നാട്ടിൽ സ്ഥിരതാമസമായിട്ടുള്ള രോഗികൾക്കാണ് ഈ ഒരു സഹായം ലഭിക്കുന്നത്. അക്ഷയ ഓൺലൈൻ കേന്ദ്രങ്ങൾ മുഖേനയും നേരിട്ടും അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. സർക്കാർ മെഡിക്കൽ ഓഫീസർ അല്ലെങ്കിൽ മെഡിക്കൽ കോളേജ് ഡോക്ടർ നൽകുന്ന സത്യവാങ്മൂലത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു സഹായം അനുവദിക്കുന്നതും എല്ലാ വർഷവും പുതുക്കി നൽകുന്നതും. നിലവിൽ ലഭിക്കുന്ന ആളുകൾക്ക് 1 വർഷത്തിന് ശേഷവും ഇതിന് അർഹത ഉണ്ട് എന്ന് ഡോക്ടർ വീണ്ടും സാക്ഷ്യപ്പെടുത്തിയാൽ മാത്രമാണ് 1 വർഷത്തിന് ശേഷം വീണ്ടും ലഭിക്കുക. രോഗിയായിരിക്കുന്ന എത്ര വർഷം വേണമെങ്കിലും ഈ ഒരു സഹായം ലഭിക്കുന്നതാണ്. അപേക്ഷകൾ സമർപ്പിക്കുമ്പോൾ റേഷൻ കാർഡിന്റെ പകർപ്പ്, വരുമാന സർട്ടിഫിക്കറ്റിന്റെ പകർപ്പ്, IFSC കോഡും അക്കൗണ്ട് നമ്പറും അടങ്ങിയിട്ടുള്ള പാസ്ബുക്കിന്റെ പകർപ്പ്, ഫോട്ടോ, വയസ്സ് തെളിയിക്കുന്ന രേഖ ഇവയൊക്കെയാണ് വേണ്ടത്. വയസ്സ് തെളിയിക്കുന്നതിന് ആധാർ കാർഡിൽ വയസ്സ് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതോ SSLC ബുക്ക്, ഡ്രൈവിംഗ് ലൈസൻസ്, ID കാർഡ് ഇവ ഏതെങ്കിലും ഒന്ന് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇതുപ്രകാരം ഓൺലൈനായിട്ട് അക്ഷയ കേന്ദ്രങ്ങൾ മുഖേന അപേക്ഷ സമർപ്പിക്കാൻ കഴിയും. അപ്പോൾ ഡോക്ടറുടെ സർട്ടിഫിക്കറ്റും മെഡിക്കൽ രേഖയും ഇതിനു വേണ്ടിയിട്ട് ആവശ്യമാണ്. നിലവിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവർക്കും ഈ ഇത്തരം രോഗികളാവുകയാണ് എങ്കിൽ ഈ സഹായം ലഭിക്കുന്നതാണ് എന്നുള്ളത് മനസ്സിലാക്കുക. പല ആളുകൾക്കും ഇത് അറിയാത്തത് കൊണ്ട് തന്നെ നഷ്ടപ്പെടുത്തുന്നതാണ്. എല്ലാ മാസവും കൃത്യമായിട്ട് ഇത് ലഭിക്കുന്നില്ല. ലഭിക്കുമ്പോൾ തുടർച്ചയായിട്ട് 3-4 മാസത്തേത് ഒരുമിച്ചാണ് ലഭിക്കാറുള്ളത്. അങ്ങനെ ലഭിച്ചു പോവുകയാണ്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷനുകൾക്ക് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം.